IPL ചരിത്രത്തിൽ ഇതെത്ര മനോഹരമായ തിരിച്ചുവരവ്. ഒരൊറ്റ തോൽവി നേരിട്ടാൽ പുറത്താകേണ്ട ടീം. അതിനു മുമ്പ് നല്ലൊരു വിജയം വേണം. ആ ഒരാഗ്രഹം മാത്രമായിരുന്നു ബാക്കി. അവിടെ നിന്നും ഒരൊറ്റ മത്സര വിജയത്തിന്റെ മാത്രം അകലെ പ്ലേ ഓഫ് യോഗ്യത. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫ് ഏറെ പ്രയാസമേറിയ യാത്ര. ചെയ്യാനാകുന്നത് ഒരൊറ്റ കാര്യം മാത്രം: ആത്മാർത്ഥമായ പരിശ്രമം. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും വിജയത്തിനായി പോരാടണം. പ്ലേ ഓഫിലെത്തിയാൽ ഏറെ സന്തോഷം, പരാജയപ്പെട്ടാൽ ശ്രമം തുടരാം. എന്തൊക്കെയായാലും കളിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ആസ്വദിക്കുക. റോയൽ ചലഞ്ചേഴ്സ് ക്യാമ്പിൽ മുഹമ്മദ് സിറാജിന്റെ വാക്കുകളാണിത്. അതിലേറെ സന്തോഷത്തിലാണ് RCB ടീമിലെ ഓരോ താരങ്ങളും. കാരണം ഒരൊറ്റ മത്സരം തോറ്റാൽ IPL-ൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് പാതി വഴി മാത്രം പിന്നിട്ടപ്പോൾ ഇതായിരുന്നു RCB-യുടെ അവസ്ഥ. അവിടെ നിന്നും തിരിച്ചുവരവിന് തുടക്കം കുറിച്ചു. വിരാട് കോഹ്ലിയെ മാത്രം ആശ്രയിച്ചു പോയിരുന്ന ബാറ്റിംഗ് നിരയിൽ നിന്നും ഓരോരുത്തരായി നന്നായി കളിച്ചു. ഫാഫ് ഡു പ്ലെസിസ് പവർ പ്ലേയിൽ തകർപ്പൻ തുടക്കങ്ങൾ നൽകി. വിൽ ജാക്സിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന് ഗുജറാത്ത് ടൈറ്റൻസ് സാക്ഷികളായി. രജത് പാട്ടിദാറും കാമറൂൺ ഗ്രീനും അവരുടെ സംഭാവനകൾ നൽകി. ഫിനിഷറായി ദിനേശ് കാർത്തിക്. ഡുപ്ലസിയുടെ നായക മികവിന് പിന്തുണ നൽകി വിരാട് കോഹ്ലി കൂടെ നിന്നു. ബൌളിംഗ് നിരയും അവസരത്തിനൊത്തുയർന്നു. മുഹമ്മദ് സിറാജ് RCB-യുടെ മാത്രമല്ല, ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലും അംഗമാണ്. സ്പിന്നറായി കരൺ ശർമ്മയും സ്വപ്നിൽ സിംഗുമുണ്ട്. ഇപ്പോൾ സന്തുലിതമായ ഒരു ടീമായി ബംഗളൂരു മാറിക്കഴിഞ്ഞു. കഠിനാധ്വാനം അവരെ അവിടെ എത്തിച്ചുവെന്ന് പറയാം. ഇനി ഒരൊറ്റ മത്സരം ബാക്കി. എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ്. സീസണിലെ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ബംഗളൂരുവിൽ തിരിച്ചടി നൽകണം. ഒപ്പം പ്ലേ ഓഫിലേക്കും കടക്കണം. പോരാട്ടം ശക്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് മുന്നിലുണ്ട്.